എന്നെ ഈ വീട്ടില് ഇതുവരെ മനസ്സിലാക്കാത്ത ഒരാളുണ്ട്. അത് സായിയാണ്. ഞാൻ ചില സാധനങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ അവൻ എന്നോട് അങ്ങനെ പറയരുത്, ഗെയിമാണ് എന്ന് പറയും. ഒരു 7 ദിവസം കൂടി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 70ാമത്തെ ദിവസം മുതൽ ഞാൻ സായിയുമായിട്ട് അടി പൊട്ടിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ തന്നെ ഞാൻ തുടങ്ങും. അതുവരെ അവന് ഞാൻ ഗ്യാപ്പ് കൊടുത്തിരിക്കുവാണ്. ജിൻഡോ ഇന്നലെ ലൈവിലിരുന്ന് അഭിഷേകിനോടും അൻസിബയോടും ഋഷിയോടും പറഞ്ഞൊരു കാര്യമാണ്. സായി എന്നല്ല, അവിടെയുള്ള ആർക്കും ജിൻഡോ ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ആരും ജിൻഡോയ്ക്കെതിരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കാത്തത്. പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അവിടെയുള്ള ആർക്കും ഇതുവരെ ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ജിൻഡോയുടെ ഗെയിം എന്താണെന്നുള്ളത്. എന്തായാലും ജിൻഡോ സായിക്കെതിരെ ഒരു ഗെയിം കളിക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പാണ്, സായിയാണ് ഇനി അടുത്തതായിട്ട് പുറത്താക്കാൻ പുള്ളി നോട്ടം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ടാർഗറ്റ് ആണെന്ന് തന്നെയാണ് തോന്നിയത്. സായിക്ക് അങ്ങനെ പ്രത്യേക ഒരു ടാർഗറ്റ് ഇല്ലാത്തത് കൊണ്ട് ജിൻഡോയുടെ ഗെയിമിൽ വീഴാനും സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം, പവർ റൂമിൽ ഇരുന്നുകൊണ്ട് ജിൻഡോ എങ്ങനെ ഒരു ഗെയിം കളിക്കുന്നു. അടുത്ത ആഴ്ച പവർ റൂമിലാണല്ലോ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.